ഹേ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ നമ്മൾ 6:50 എത്തിയിട്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് നമുക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ചായ കുടിച്ചു. അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ മാങ്ങ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം പാടത്ത് പോയിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും എന്താ പറയുക, ബ്രെയിൻ അത്രയും വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ടയേർഡാണ്. ബോഡി മാത്രമല്ല, മെൻ്റലി നമ്മൾ ടയേർഡായി നിൽക്കുന്ന ഒരു സമയം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ നമ്മൾ ഇനിയും അടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി അടിയിലേക്ക് പോയെന്നായതുകൊണ്ട് തന്നെ റൂമിലെത്തിയിട്ട് നമുക്കൊന്ന് ഇരിക്കാനുള്ള സമയം പോലും ഇല്ല. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഗ്യാസ് കയറിയതാണോ, നല്ലോണം വിശക്കുന്നുണ്ടെന്നോ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ എടുത്തു വെച്ച പെട്ടിയൊക്കെ തിരിച്ചു അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തലവേദനയും ഒരുമാതിരി ഒരു ഫീലായിരുന്നു. എന്നിട്ടൊന്ന് ഭയങ്കര ഒരു ടയേർഡായിരുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കുറേ നേരം ഞാൻ ആലോചിച്ചിരുന്നു വന്ന് കഴിഞ്ഞിട്ട്. എന്നിട്ടും എനിക്കൊരു പിടി കിട്ടുന്നില്ല എന്താണെന്ന്. വിശന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ബാഗൊക്കെ തപ്പി നോക്കുന്നുണ്ട്. എടുത്തിട്ട് നമ്മൾ അതേപോലെ തന്നെ വെച്ചതുകൊണ്ട് ഇനി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ. അങ്ങനെ ഞാൻ അതെടുത്ത് ബാഗിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കി, മടക്കി വെച്ചിരിക്കുന്ന അതേപോലെ തന്നെ സെയിം ഈ ബാഗിലേക്ക് എടുത്ത് വെക്കുക. താഴെ പോയിട്ട് ബാഗിൽ നിന്ന് എടുത്ത് അലമാരിയിലേക്ക് വെക്കുക. അങ്ങനെ വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ബാഗിൽ ഞാനിവിടേക്ക് വന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സൊക്കെ. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്തിട്ട് 2-3 ജോഡി തന്നെ ഡെയിലി ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. ആ ജോഡി ഡ്രസ്സൊക്കെ നശിച്ചു, ഏകദേശം അത് കേടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൊടുത്തു വിടണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് എനിക്ക് വലിയ ട്രോളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്കിത് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആണെങ്കിൽ ഇത് അങ്ങോട്ടേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഓരോ കള്ളിയായിട്ട് വൃത്തിയാക്കി മടക്കി വെച്ചത് അതേപടി തന്നെ എടുത്ത് അലമാരിയിലേക്ക് വെക്കുന്നുണ്ട്. കാരണം ഇത് ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് ഓരോന്ന് ചെയ്യണമല്ലോ. അപ്പുറത്തെ റൂമിലാകുമ്പോൾ അവർ 2 പേരുള്ളതുകൊണ്ട് ഏകദേശമൊക്കെ അവർ ഇതാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് പതിയെ സമാധാനത്തിൽ ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഓരോന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് തലവേദനയും ഈ ബാഗിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മാത്രം പോലെ നമുക്ക് താഴെ പോയിട്ടും അതേപോലെ തന്നെ നമ്മൾ അടുക്കി വെക്കണമല്ലോ. അങ്ങനെ ഓരോ കളിയിലെ ഡ്രസ്സ് എടുത്തിട്ട് ഓരോ ഇതിലാക്കി ഒതുക്കി വെച്ച് ഇതായിക്കൊണ്ടിരിക്കുക. എന്താ പറയുക, ഇതിൽ കൊള്ളാനുള്ള ഡ്രസ്സ് മൊത്തത്തിലുള്ളതെന്ന് ചോദിച്ചാൽ അത്രയല്ല, അത് കൂടുതലുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇതായിക്കൊണ്ട് എന്നാൽ വീഡിയോ തീരില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ആക്കാൻ വിചാരിച്ചു. അത് അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.